ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 50 ദിവസമായി നമ്മൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം ഓരോ ദിവസം ഓരോ അധ്യായം നമ്മൾ വായിച്ച് ധ്യാനിക്കുകയായിരുന്നു. പഞ്ചഗ്രന്ഥത്തിലെ രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ഇന്നു മുതൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ഓരോ അധ്യായങ്ങൾ വായിച്ച് ധ്യാനിക്കുകയും ചെയ്യുകയാണ്. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യാക്കോബിൻ്റെ മക്കൾ മിസ്രൈമിൽ ചെന്നു, ജോസഫ് മുഖാന്തരം. അതിനുശേഷം യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും ഒക്കെ മരണം സംഭവിച്ചു. അതിനുശേഷം ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യാക്കോബിൻ്റെയും മക്കളും അവരുടെ കൊച്ചുമക്കളുമായിട്ട് ഏകദേശം 70 പേരായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ജനം പിന്നീട് ഏകദേശം 400 വർഷത്തോളം അവിടെ അടിമത്തത്തിലായിരുന്നു. യഹോവയായ ദൈവം ഉൽപ്പത്തി പുസ്തകം നമ്മൾ നേരത്തെ കണ്ടു, അബ്രാഹാമിനൊരു യാഗം അർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ദൈവം ഇറങ്ങി വന്ന് സന്ധ്യാസമയത്ത് അബ്രാഹാമിനോട് പറയുകയും ചെയ്തു, നിന്റെ തലമുറകൾ 400 വർഷത്തോളം മിസ്രയീമിൽ അടിമത്തത്തിലായിരിക്കും. അവിടെ നിന്ന് അവർ തിരിച്ചു വരുമ്പോൾ വാഗ്ദത്ത ദേശം അവർക്ക് അവകാശമായി ലഭിക്കും. അതിനുശേഷം പിന്നെ അനേക വർഷങ്ങൾ കഴിഞ്ഞു. ജോസഫ് മുഖാന്തരം ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യാക്കോബിൻ്റെ മക്കൾ അവരെല്ലാവരും കൂടി ഏകദേശം 70 പേര് മിസ്രയീമിൽ വന്നു. ജോസഫും മരിച്ചു. അനേക വർഷങ്ങൾ പിന്നിട്ടു. 200 വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രയീമിൽ വരികയാണ്. അപ്പോഴേക്കും ഇസ്രായേൽ ജനം ലക്ഷങ്ങളായി വർദ്ധിച്ചു പെരുകി. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആ ദേശം അവരെ സ്നേഹിച്ചു. അവിടുത്തെ ഏറ്റവും നല്ല പ്രദേശങ്ങൾ അവർക്ക് ലഭിക്കുകയും ആടുമാടുകളും സമ്പത്തുകളൊക്കെ അവർക്ക് വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഈ ജനം ഇങ്ങനെ കൂടുതൽ അവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രത്തിന് അതൊരു ഭീഷണിയാണ്. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് ഊഴിയ വേലയ്ക്ക് അവരെ ആക്കി. കഠിനമായ വേല അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കളിമണ്ണും കുമ്മായവും ഒക്കെ കൊണ്ട് പണ്ടകശാലകൾ അവരെ കൊണ്ട് പണിയിക്കുകയും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളിൽ അവരെ മറ്റ് ജോലി ചെയ്യുന്നതിന് വേണ്ടി അവരെ ആക്കുകയും അതികഠിനമായ അടിമത്വം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ അടിമത്വം അവരിൽ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ഇസ്രായേൽ ജനം വളരെയേറെ ദുഃഖിച്ചു. അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവർ ദൈവസന്നിധിയിൽ അവർ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോൾ രാജാവിന് മറ്റൊരു ബുദ്ധി തോന്നി. കാരണം ആൺകുട്ടികൾ ജനിക്കുമ്പോൾ അവരാണല്ലോ പിന്നെ പടയാളികളായിട്ട് മാറുക. ഭാവിയിൽ അവർ തങ്ങളുടെ രാജ്യത്തിനൊരു ഭീഷണിയായിട്ട് മാറുമെന്ന് കണ്ട രാജാവ് ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന 2 സൂതി കർമ്മിണികളെ വിളിക്കുകയും അവരുടെ പേര് സിപ്ര എന്നും പൂവ എന്നുമുള്ള പേരുള്ള 2 സൂതി കർമ്മിണികൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വയറ്റാട്ടികൾ. ആ കാലത്ത് ഇന്നത്തെ പോലെ ഹോസ്പിറ്റലുകളോ സാഹചര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഭവനങ്ങളിലാണ് എല്ലാവരും പ്രസവിക്കുക. അവരെ വിളിച്ച് രാജാവ് രഹസ്യമായി പറഞ്ഞു, നിങ്ങൾ അവിടെ പ്രസവം എടുക്കാൻ ചെല്ലുമ്പോൾ ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളതിനെ കൊന്നുകളയണം. പെൺകുട്ടികളാണെങ്കിൽ കൊല്ലണ്ട. പെൺകുട്ടികളെ കൊണ്ട് ഭീഷണിയില്ലല്ലോ. പക്ഷേ ആ സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവളായിരുന്നു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന അവരൊരിക്കലും ആ ഹീനമായ പ്രവൃത്തി അവിടെ ചെയ്തില്ല.
അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും കൊലപാതകം ചെയ്യാൻ അവസരമുണ്ടായിട്ടും ആ സ്ത്രീകൾ ചെയ്തില്ല. അതുകൊണ്ട് ദൈവം അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും അവർക്കേറെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമായിട്ട് തീരുകയും ചെയ്തു. ഇതിനു മുമ്പ് ജോസഫിൻ്റെ ചരിത്രവും നമ്മൾ പഠിച്ചപ്പോൾ പാപം ചെയ്യാൻ അവസരവും പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടായിട്ടും ചെയ്യാത്ത ജോസഫിനെയാണ് ദൈവം മിസ്രൈമിൽ രാജാവിൻ്റെ പ്രധാനമന്ത്രിയായി ഉയർത്തുവാൻ കാരണമായിട്ട് തീർന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ശോധനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സ്വർണം ഊതിക്കഴിക്കും പോലെ ദൈവം ഒരു വിശ്വാസിയെ ഇതുപോലെയുള്ള ശോധനകളിലൂടെയൊക്കെ കടത്തിവിടും. അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്രകാരം ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കാലത്തും ഹെറോദേസ് രാജാവ് ഇതുപോലെ കുട്ടികളെ കൊന്ന സാഹചര്യമുണ്ടല്ലോ. കിഴക്ക് നിന്ന് ഒരു രാജാവ് വരും എന്ന് ഭയപ്പെട്ടിട്ട് 2.5 വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളെയൊക്കെ കൊല്ലുവാൻ അന്നും ഹെറോദേസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച സംഭവം പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപാട് ശോധനകളിലൂടെ വേദനകളിലൂടെയൊക്കെയാണ് ദൈവാനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ ജാതിക്കും ഒരു മനുഷ്യനും കടന്നു വരുവാൻ സാധിക്കുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ പറ്റും. അപ്പോൾ ഇന്നു മുതൽ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ അധ്യായം വായിക്കുന്നതിനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഇത് വായിക്കുന്നവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ കൂടി വേദപുസ്തകം വായിപ്പിക്കുവാൻ നിങ്ങൾ പ്രേരിപ്പിക്കണമേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.